പുതുവത്സര പുലരിയിൽ സന്നിധാനത്ത് വൻ തീർത്ഥാടക പ്രവാഹം. പമ്പ മുതൽ സന്നിധാനം വരെ നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. ഇന്നലെ 90,350 പേർ ദർശനം നടത്തി. ശബരിമല സന്നിധാനത്ത് പുതുവത്സര ദിനത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മണിക്കൂറിൽ 3000-ലധികം പേർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. 7 മണിവരെയുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് 20,000-ലധികം പേർ ഇതുവരെ ദർശനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വലിയ തിരക്ക് അനുഭവപ്പെട്ട ദിവസമാണ്. 90,000-ലധികം പേരാണ് ഇന്നലെ ദർശനത്തിനെത്തിയത്. തിരക്ക് കൂടിയ സാഹചര്യത്തിൽ നിലയ്ക്കലും പമ്പയിലും തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും പലയിടങ്ങളിലായിട്ട് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. സന്നിധാനത്തേക്കുള്ള ഭക്തരുടെ ക്യൂ അത് ഏതാണ്ട് മരക്കൂട്ടവും പിന്നിട്ട് ശബരി പീഠത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നും മണിക്കൂറുകളുടെ ഇടവേളയിൽ മാത്രമാണ് സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരെ കടത്തിവിടുക. അതായത് പമ്പയിൽ നിന്നും സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങുവാൻ ഏതാണ്ട് 5-6 മണിക്കൂർ എടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിർച്വൽ ക്യൂ ബുക്കിംഗ് അത് 80,000-ന് മുകളിലേക്ക് എത്തിയിരുന്നു. ഈ ഒരു ദിവസങ്ങളിലെ തിരക്ക് മുൻനിർത്തി വലിയ മുന്നൊരുക്കങ്ങളും സുരക്ഷാ മുന്നൊരുക്കങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായ തിരക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ ഏറെ സമയമെടുക്കുമെന്ന് ഉറപ്പാണ്. പമ്പ മുതൽ സന്നിധാനം വരെ വിവിധയിടങ്ങളിൽ ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്നാൽ സന്നിധാനത്തെത്തിയാൽ ദർശനം നടത്തി മടങ്ങുവാൻ സുഗമമായ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എത്തുന്നവർക്കെല്ലാം വളരെ വേഗത്തിൽ ദർശനം നടത്തി നെയ്യഭിഷേകം നടത്തി മടങ്ങിപ്പോകാവുന്ന അവസ്ഥയാണ്. പക്ഷേ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുവാൻ മണിക്കൂറുകൾ എടുക്കുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ശാരീരിക പ്രശ്നങ്ങൾ മൂലം പ്രസവത്തിന് തടസ്സം നേരിട്ട ആടിന് കട്ടപ്പന വെറ്റിനറി സംഘം രക്ഷകരായി. ഗർഭപാത്രത്തിൽ കുടുങ്ങിയ 3 ആട്ടിൻകുട്ടികളെ ശസ്ത്രക്രിയയിലൂടെ വെറ്റിനറി സംഘം പുറത്തെടുക്കുകയായിരുന്നു. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയിലൂടെ 3 ആട്ടിൻകുട്ടികളെ പുറത്തെടുത്ത് ആടിന് രക്ഷകരായത്. കട്ടപ്പന പെഴുങ്കവല സ്വദേശി അരിക്കമാക്കൽ സിബിയുടെ ആടിനാണ് പ്രസവത്തിന് തടസ്സം നേരിട്ടത്. അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെ ആടിനെ കട്ടപ്പന മൃഗാശുപത്രിയിലെത്തിച്ചു. ആട്ടിൻകുട്ടി ഗർഭപാത്രത്തിൽ കുരുങ്ങിയെന്ന് മനസ്സിലാക്കിയ വെറ്റിനറി ഡോക്ടർ ഓപ്പറേഷനിലൂടെ പുറത്തെടുക്കുക മാത്രമാണ് മാർഗമെന്ന് നിർദ്ദേശിച്ചു. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ പുറത്തെടുത്തത് 3 ആട്ടിൻകുട്ടികളെയാണ്. പ്രസവ സംബന്ധമായ ഇഷ്യൂ ആയിരുന്നു പ്രസന്റ് ചെയ്യാനുള്ള കാരണം. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് കമ്പൈൻഡ് ആയിട്ടുള്ളൊരു റെക്ടൽ പ്രൊലാപ്സും യൂട്രൈൻ പ്രൊലാപ്സും ഉണ്ടായിരുന്നു. ഏകദേശം യൂട്രസിൻ്റെ ഒരു പകുതി ഭാഗത്തോളം പുറത്തായിരുന്നു. പ്രസവം ഏകദേശം അടുത്തതുകൊണ്ട് തന്നെ നമ്മൾ പെർവജന ചെയ്ത് നോക്കുകയും കുഞ്ഞുങ്ങളെ എക്സാമിൻ ചെയ്യുകയും ചെയ്തു. ആദ്യത്തെ കുഞ്ഞ് ബ്രീച്ച് പൊസിഷൻ, അതായത് നോർമൽ പ്രസവം നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ സീനിയർ വെറ്റിനറി സർജനായ ഡോക്ടർ തോമസ് സാർ പൊസിഷൻ കറക്റ്റ് ചെയ്യുകയും ഓരോ കുട്ടികളെ ആയിട്ട് പുറത്തേക്ക് ഡെലിവറി അറ്റൻഡ് ചെയ്ത് എടുക്കുകയും ചെയ്തു. വെറ്റിനറി സർജൻ നവ്യ പി ഷിബു, ഡോക്ടർ സാന്ദ്ര, ഡോക്ടർ അൽ സൗദ്, അറ്റൻഡർ ലിജി ജോൺ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. ന്യൂസ് 18.